ഹായ് ദിസ് ഈസ് സി എ ഷാദ് അലി. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. എടാ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഇന്റർ ജൂൺ 2026 ടാക്സിന്റെ കംപ്ലീറ്റ് അനാലിസിസ്. 2026 ജൂണിൽ ടാക്സ് എങ്ങനെയൊക്കെ വരിക, അതായത് പേപ്പർ നമ്പർ 7 എങ്ങനെയൊക്കെ വരിക എന്നുള്ളതിന്റെ കംപ്ലീറ്റ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പേപ്പർ അനാലിസിസ്, കഴിഞ്ഞ 5 അറ്റംപ്റ്റിലെ പേപ്പർ അനാലിസിസ്. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഏതിന്നാണ് കൂടുതൽ വരുന്നത്, ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് എന്ത് കിട്ടും. നോക്കാം. അപ്പൊ രണ്ടാമത്തെ നമുക്ക് പേപ്പർ പാറ്റേൺ അറിയാലോ. 30 മാർക്കിന് MCQ, 70 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 70 മാർക്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ള 2A 2B 3A 3B അങ്ങനെ 8B വരെയാണ് ക്വസ്റ്റ്യൻസ് വരിക. 2 തൊട്ട് 5 വരെ DTയും 6 തൊട്ട് 8 വരെ IDTയും ആണ്. അപ്പൊ കംപ്ലീറ്റ് ടാക്സ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് അനാലിസിസ് നടക്കാൻ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വൈസ് എടുക്കാം. നമ്മൾ MCQയുടെ ഒരു പ്രൊഡിക്ഷൻ പറയുന്നില്ല, MCQ സ്കാറ്റേർഡ് ആയിരിക്കും, എവിടെ നിന്ന് വരാന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ ഡിസ്ക്രിപ്റ്റീവിൽ നമുക്ക് ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏതാണ് ലെസ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു കാര്യം. ഓക്കെ, നോക്കാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ വൈസ് ഡിസ്കസ് ചെയ്യാം, റാദർ ദാൻ നമുക്ക് എന്താ പറയാ ഒരു അറ്റംപ്റ്റിനെക്കാളും ക്വസ്റ്റ്യൻ വൈസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള എല്ലാ അറ്റംപ്റ്റിലും, അതായത് ഡിസംബർ 2023 ആണെങ്കിലും അതേപോലെ തന്നെ ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025, ഡിസംബർ 2025, ഇതിൽ ഒരു അറ്റംപ്റ്റിൽ മാത്രമാണ് PGBP എന്നൊരു ക്വസ്റ്റ്യൻ വന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാക്കി എല്ലാ അറ്റംപ്റ്റിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ അടുത്ത അറ്റംപ്റ്റിനും ചാൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും മറ്റേ സ്കോപ്പ് ഓഫ് ടോട്ടലിംഗോ ഇല്ല, ടോട്ടലിംഗം വെച്ചിട്ടുള്ള ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും നെക്സ്റ്റ് അറ്റംപ്റ്റിൽ വരിക. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സ്കിപ്പ് ചെയ്തത് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. കുറച്ച് പഠിക്കാനുള്ളൂ, കുറച്ച് അത്യാവശ്യം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് വരിക. സോ അത് വിടണ്ട, മിസ് ഔട്ട് ആക്കണ്ട, ആ ഔട്ട് ചെയ്താൻ പറ്റും. ആ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ സാലറിയാണ്. എല്ലാ അറ്റംപ്റ്റും നോക്കി, എല്ലാ അറ്റംപ്റ്റും സാലറി അല്ലേ. സോ രണ്ടാമത്തെ ലോട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 5 ലോട്ട് അറ്റൻഡ് ചെയ്താൽ പോലെ 2 തൊട്ട് 8 വരെ ഉണ്ട്, 5 ലോട്ട് അറ്റൻഡ് ചെയ്യാം. അതിൽ ഈ ലോട്ട് ഷുവർ ഷോട്ട് അറ്റൻഡ് ചെയ്യാം. കാരണം എന്തായാലും മാർക്ക് കിട്ടാൻ പോകുന്ന സാധനമാണ് സാലറി. കോംപ്ലിക്കേറ്റഡ് സാലറി ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. പ്രീവിയസ് ഇയർ സാലറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, അതേപോലെ തന്നെയുള്ള ചോദ്യം തന്നെ ചോദിക്കുള്ളൂ. സോ ഓക്കെ, സോ ഈ ലോട്ട് വിടണ്ട എന്നാണ് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാ അറ്റംപ്റ്റും സാലറിയാണ് ചോദിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ പക്ഷേ HP ചോദിച്ചാൽ നോക്കി. HP. സോ ഹൗസ് പ്രോപ്പർട്ടി വിടണ്ട, നല്ലതാ. ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയായാലും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇറ്റ് വിൽ ബി എ നോർമൽ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. എന്താ പറയാ, HP ക്വസ്റ്റ്യൻ ചോദിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ കാരണം HP ചോദിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കി. PGBP എന്നാണ്. അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് PGBP ഏത് ചോദിക്കും, അതായത് ചിലപ്പം ഇപ്പം ഡിസംബർ 2023 P&L ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത്. ആൻഡ് ജൂൺ 2024 44% ചോദിച്ചത്. ആൻഡ് ഡിസംബറിൽ വീണ്ടും P&L ചോദിച്ചത്. ജൂണിൽ വീണ്ടും P&L ചോദിച്ചത്. പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ PGBP എന്താ ചോദിച്ചത്, അതായത് 44 ചോദിച്ചത്. സോ കമ്മിങ് അറ്റംപ്റ്റ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ P&L ക്വസ്റ്റ്യൻ. P&L തന്നിട്ട് ഡിസലവൻസ് കാണാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇല്ലേ, അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈ പ്രഡിക്ഷൻ ഈസ് PGBP P&L ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും. സോ PGBP വിടണ്ട എന്ന് തന്നെയാണ്. കുറെ ആൾക്കാർ സ്കിപ്പ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ടോപ്പിക് ആയിരിക്കും PGBP. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ, മൈ പേഴ്സണൽ ഒപ്പീനിയൻ, PGBP സ്കിപ്പ് ചെയ്യണ്ട എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, സോ ആ 2 ലോട്ട് ഡീറ്റെയിൽ സേഫാണ്. HPയും PGBP ഏകദേശം ഓക്കെയാണ്. റെസിഡൻഷ്യൽ സാലറി ഓക്കെ ആണെങ്കിൽ 2 ലോട്ട് നമുക്ക് ആയി. ഇനി നമുക്ക് 3 ലോട്ട് എഴുതിയാൽ മതി. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ആൻഡ് വി ഹാവ് IDT ഓൾസോ. സോ സ്കോറബിൾ ആയിട്ടുള്ള സാധനമാണ് IDT. സോ വി ഹാവ് IDT ഓൾസോ. നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ അറ്റംപ്റ്റും ക്യാപിറ്റൽ ഗെയിൻ ചോദിച്ചത്. ക്യാപിറ്റൽ ഗെയിന്റെ കൂടെ വരുന്ന ഏതാ? നാലാമത്തെ ബി ക്വസ്റ്റ്യൻ IFOS വരുന്നത്. കണ്ടോ, ക്യാപിറ്റൽ ഗെയിൻ IFOS കോംബോ ആണ്. എല്ലാ അറ്റംപ്റ്റും അങ്ങനെ തന്നെ ചോദിച്ചത്. സോ എന്റെ അഭിപ്രായത്തിൽ ഇഫ് ഐ ആം റൈറ്റിംഗ് ദി എക്സാം, നാലാമത്തെ ലോട്ട് മിക്കവാറും ഞാൻ എഴുതില്ല. കാരണം ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് കംഫർട്ട് അല്ല. ഞാൻ ടാക്സ് പഠിപ്പിക്കുന്ന ആളെ നിന്നിട്ട് ഞാൻ പറയുന്നത് കംഫർട്ട് അല്ല. മൈ പെർസ്പെക്ടീവ്, ഞാൻ എക്സാം പെർസ്പെക്ടീവിൽ പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ക്യാപിറ്റൽ ഗെയിൻ ദെൻ സ്റ്റഡി IFOS ഓൾസോ. നോക്ക്, IFOS അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പറയുന്നില്ല, പക്ഷെ ക്യാപിറ്റൽ ഗെയിൻ ലിറ്റിൽ ബിറ്റ് സംതിങ് ഇല്ലേ. അപ്പം നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇഫ് യു ആർ കംഫർട്ട് വിത്ത് ക്യാപിറ്റൽ ഗെയിൻ ദെൻ ആ ലോട്ട് ഷുവർ അടിപൊളിയാണ്. അലോട്ട് അടിപൊളിയാണ്. ക്യാപിറ്റൽ ഗെയിൻ ആ സ്ഥിരം വരുന്ന ടൈപ്പ് ഓഫ് അവിടെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുക. യു ക്യാൻ അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കുക. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ കാര്യം വരിക. ഇഫ് യു ആർ കംഫർട്ടബിൾ യു ക്യാൻ അറ്റംപ്റ്റ് ദാറ്റ് ലോട്ട്, അറ്റംപ്റ്റ് ചെയ്യാം. സോ ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ ഹെഡിന്ന് ക്വസ്റ്റ്യൻ ഇല്ലേ? എല്ലാ ഹെഡിന്ന് ക്വസ്റ്റ്യൻ വരുന്നില്ല. ഇവിടെ ഉണ്ട്, എല്ലാ ഹെഡിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ ഹെഡിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇനി അഞ്ചാമത്തെ, അപ്പൊ എല്ലാ ഹെഡും പഠിക്കണോ? ഡെഫിനറ്റ്ലി എല്ലാ ഹെഡും പഠിക്കണം. DTയിൽ ഇൻകം എന്താ പറയാ, എല്ലാ ഹെഡും പഠിക്കുക എന്നുള്ളത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകം പഠിക്കണം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യനും ടോട്ടൽ ഇൻകം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ടോട്ടൽ ഇൻകം വിത്ത് സെറ്റ് ഓഫ് ആയിരിക്കും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാ അറ്റംപ്റ്റും അങ്ങനെ ചോദിച്ചത്. സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും വരുന്ന രീതിയിലുള്ള ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്.
ടോട്ടൽ ഇൻകം കാണാനേ പറയുന്നുള്ളൂ, ടാക്സബിലിറ്റി ഉണ്ടാവില്ല. അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യനിലാണ് ടോട്ടൽ ഇൻകം കാണേണ്ടി വരും, ടാക്സബിലിറ്റിയും കാണേണ്ടി വരും. അത് ഓൾഡ് ആണോ ന്യൂ ആണോ നോക്കിയിട്ട് ചിലപ്പോൾ രണ്ടിലും ചിലതിലൊക്കെ രണ്ടിലും കാണാൻ പറയുന്നുണ്ട്, ബോത്ത് ന്യൂ ആൻഡ് ഓൾഡിൽ കാണാൻ പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഇപ്രാവശ്യം വരിക. സോ പക്ക അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇസ് ലെങ്തി ക്വസ്റ്റ്യൻ, അങ്ങനെ പറഞ്ഞോട്ടെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരിക്കും. 5A ടോട്ടലിംഗ് ആണ്, 5B ടോട്ടലിംഗ് ആണ്. ചിലപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻ തരാം, ബട്ട് എന്നാലും ടോട്ടലിംഗ് ചെയ്യുമ്പോൾ എല്ലാ ഹെഡിലും നല്ല ധാരണ വേണം, സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡിൽ നല്ല ധാരണ വേണം, എന്നാൽ മാത്രമേ ആ ലോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ടോട്ടലിംഗ് ചെയ്യണമെങ്കിൽ ടാക്സബിലിറ്റിയിൽ നല്ല ധാരണ വേണം, നെക്സ്റ്റ് ടോട്ടലിംഗത്തിന്റെ ഈ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡിൽ നല്ല ധാരണ വേണം, എല്ലാ ഹെഡ്സിലും നല്ല ധാരണ വേണം, എന്നാലേ ആ ലോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മൈ പ്രിഫറൻസ് ആ ലോട്ട് ലാസ്റ്റ് ലോട്ട് വെക്കുക. ഇഫ് യു ഓക്കെ ആണെങ്കിൽ മാത്രം എഴുതുക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ആ ലോട്ട് എഴുതുക. ടോട്ടലിംഗ് അടിപൊളിയാട്ടോ, ടോട്ടലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ബട്ട് ടോട്ടലിംഗം ഇഫ് യു ആർ കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷേ ടൈം കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അതിനെക്കാട്ടും കുറച്ച് ടൈമിൽ വേറെ ലോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്, അങ്ങനെ ചിന്തിക്കണ്ടേ അല്ലേ. കുറച്ച് ടൈം അവിടെ ചിലപ്പോൾ സ്പെൻഡ് ആവും. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പക്ഷെ അതിനെക്കാട്ടും കുറഞ്ഞ ടൈമിൽ വേറെ അല്ലെങ്കിൽ ലോട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എഴുതാം. അപ്പൊ അഞ്ചാമത്തെ ലോട്ട് ഒരു ഓപ്ഷണൽ ആക്കി വെക്കുക, ലാസ്റ്റ് ലോട്ട്. അതായത് ഇഫ് വേറെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതാന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അഞ്ചാമത്തെ ലോട്ട് വെക്കാം. ഓക്കെ, സോ ബെറ്റർ എന്തായാലും ഈ പറഞ്ഞ രണ്ടാമത്തെ ലോട്ടും മൂന്നാമത്തെ ലോട്ടും ഇടരുത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇഫ് യു ആർ കംഫർട്ടബിൾ ഡു ഫോർത്ത് ലോട്ട് ഓൾസോ, ക്യാപിറ്റൽ ഗെയിന്റെ ലോട്ടും കൂടി ഇടും. DT അങ്ങനെ. ഇനി നമ്മൾ ഐ ഡി ടി സ്ഥിരം ആറാമത്തെ എയും ബിയും ക്വസ്റ്റ്യൻ വിൽ ബി എ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, 7 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ ചോദിച്ച ചോദ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST, പ്രീ GST റെജിമിലെ ഡിഫിക്കൽട്ടീസ്, ഷോർട്ട് നോട്ട് ഓൺ GST ഇൻകം, GST നെറ്റ്വർക്ക്, ഫീച്ചേഴ്സ് ഓഫ് IDT, GST കൗൺസിൽ, then difference between DT and IDT, GST council, features of indirect taxes subsumed in GST. So same thing again repeating ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. സോ ഐ എക്സ്പെക്ട്, അതായത് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒന്ന് ബെനിഫിറ്റ്സ് ഓഫ് GST റിപ്പീറ്റ് ചെയ്യും, 2 ഡിഫിക്കൽട്ടീസ് ഇൻ പ്രീ GST റെജീം, അല്ലെങ്കിൽ കൗൺസിൽ, അല്ലെങ്കിൽ GST നെറ്റ്വർക്ക്. സോ ഐ പേഴ്സണലി എനിക്ക് കൂടുതൽ തോന്നുന്നത് ബെനിഫിറ്റ്സ് ഓഫ് GST എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ബെനിഫിറ്റ്സ് ഓഫ് GST എന്നുള്ള ക്വസ്റ്റ്യൻ. ആൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻ പ്രീ GST റെജീമിലെ ആ ക്വസ്റ്റ്യൻ, ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതല്ലാതെ വേണമെങ്കിൽ വരാം. സോ ഞാൻ ലാസ്റ്റ് എന്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പിന്നീട്, അതായത് കറക്റ്റ് ആയിട്ട് ഞാൻ പിന്നീട് പറയുന്നത്, കറക്റ്റ് അക്യുറേറ്റ് പ്രഡിക്ഷൻ ഏതാണെന്നുള്ളത് വൈവിൽ ഞാനൊരു സാധനമായിട്ട് തന്നെ, ഞാൻ ഒരു പിക്ചറായിട്ട് തന്നെ ഞാൻ ഗ്രൂപ്പിൽ പിന്നീട് ഇടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 7ാമത്തെ എ ക്വസ്റ്റ്യൻ നോക്കിയേ, RCM കോമ്പോസിഷൻ. ഓക്കെ, ആ ഓർഡർ നോക്കി, RCM കോമ്പോസിഷൻ, RCM കോമ്പോസിഷൻ. ശരിക്കും RCM കോമ്പോസിഷൻ അങ്ങനെ വരിക. ഓക്കെ, ബട്ട് ഇവിടെ ഞാൻ ബ്രേക്ക് ചെയ്ത് RCM എന്നാക്കി. സോ അടുത്ത അറ്റംപ്റ്റിൽ കോമ്പോസിഷൻ ആക്കാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി RCM കൊടുക്കുന്ന 7ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പ്രയോറിറ്റി. ബട്ട് യു ഷുഡ് സ്റ്റഡി കോമ്പോസിഷൻ ഓൾസോ. കഴിഞ്ഞ അറ്റംപ്റ്റ് ഒക്കെ ഞാൻ പറയായിരുന്നു നിങ്ങൾ RCM പഠിക്കണ്ട, കോമ്പോസിഷൻ മാത്രം പഠിച്ചാൽ മതി, കൂടുതൽ പ്രിഫറൻസ് ഞാൻ പറയാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ RCM ചോദിച്ചുകൊണ്ട് തന്നെ ഡിസംബർ എക്സാമിൽ 7th A ക്വസ്റ്റ്യൻ ഉറപ്പായിരുന്നു കോമ്പോസിഷൻ ചോദിക്കുള്ളൂ. ഇറ്റ്സ് മസ്റ്റ്, ഞാൻ പറഞ്ഞതാണ് കോമ്പോസിഷൻ ചോദിക്കുള്ളൂ, കോമ്പോസിഷൻ ചോദിച്ചു. പക്ഷെ ജൂൺ എക്സാമിന് ഞാൻ പറയുന്നത് വേണമെങ്കിൽ അവർ കോമ്പോസിഷനെ റിപ്പീറ്റ് ചെയ്യാം, ഓർലെസ് RCM ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നേ മസ്റ്റ് ആയിട്ട് ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നേ ചോദിക്കും. ഓക്കെ, സോ റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ, നെക്സ്റ്റ് 7B 7ാമത്തെ ബി ക്വസ്റ്റ്യൻ, ഒന്നെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, വാല്യൂഷൻ റൂൾസ്. അവിടെ വാല്യൂ സപ്ലൈയിലെ പാർട്ട് തന്നെയാണ് വാല്യൂഷൻ റൂൾസ്, അതിന് ഇൻഷുറൻസിന്റെ റൂളാണ് ചോദിച്ചത്. Again, time of supply, value supply. So of course, next attempt time of supply. So give more importance to time of supply, but value supply പഠിക്കാതിരിക്കും വേണ്ട. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ റിയലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണ ITC ചോദിച്ച്, ഒരു തവണ രജിസ്ട്രേഷൻ ചോദിച്ചു, വീണ്ടും ITC ചോദിച്ച്, റിട്ടേൺസ് ചോദിച്ചു. സോ ഓഫ് കോഴ്സ് റിട്ടേൺസ് എന്നുള്ള തിയറി എക്സ്പെക്ട് ചെയ്യേണ്ട, യു മേ എക്സ്പെക്ട് ITC ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ വെക്കുന്നത് 8ാമത്തെ ക്വസ്റ്റ്യനിൽ അടുത്ത തവണ ITC ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ DT IDT കമ്പയർ ചെയ്ത് നോക്കിയാൽ DTക്ക് ആ പാറ്റേൺ തുടരുന്നുണ്ട്, ബട്ട് IDTയിൽ പറയാൻ പറ്റുന്നില്ല ഏതാ ചോദിക്കുന്നത്. ശ്രദ്ധിച്ചോ, കോമ്പോസിഷൻ, RCM, വാല്യൂഷൻ, ടൈം ഓഫ് സപ്ലൈ അല്ലേ, ആ ഒരു വ്യത്യാസമല്ലേ. ഓക്കെ, സോ ഐ പ്രിഫറബിളി 8ാമത്തെ ക്വസ്റ്റ്യൻ ITC ആണെന്ന് തോന്നുന്നു. ബട്ട് 2 ചാപ്റ്ററുകൾ അപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ തീരെ നോക്കാത്ത ചാപ്റ്റർ. അത് ഇപ്രാവശ്യം നല്ലോണം നോക്കണം, എക്സംഷൻസും പ്ലേസ് ഓഫ് സപ്ലൈ. കാരണം ഇപ്രാവശ്യം ഞാൻ അത് ഇമ്പോർട്ടന്റ് ലിസ്റ്റിൽ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സംഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ MQP ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എക്സംഷൻ വെച്ചിട്ടുള്ള 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ MQP വന്നിരുന്നു. സോ അതുകൊണ്ട് തന്നെ MQP വന്നു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദി എക്സാം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എക്സംഷൻസും പ്ലേസ് ഓഫ് സപ്ലൈ ഇപ്രാവശ്യം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയും. കൂടെ ITC, ഇതിൽ ഏതെങ്കിലും ഒരു ലോട്ടായിരിക്കും 8ാമത്തെ ക്വസ്റ്റ്യൻ വരിക. ഒന്നെങ്കിൽ എക്സംഷൻ, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ, ITC, ആൻഡ് ലീസ്റ്റ് പ്രിഫറൻസ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് സെക്ഷൻ 22, 23, 24 ആ രജിസ്ട്രേഷന്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന ആ സെക്ഷനില്ല അവിടെ.
എട്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി കസ്റ്റംസ് ക്വസ്റ്റ്യൻ. കസ്റ്റംസ് ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യം ചോദിച്ചു നോക്കിയേ കസ്റ്റംസിന്റെ വാല്യൂഷൻ, നോർമൽ വാല്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഒരു തവണ തിയറി ചോദിച്ചു, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തിയറി ഡിസംബർ 2023 ചോദിച്ചു. ഓക്കെ, ആൻഡ് ഡിസംബർ 2025 അഗെയിൻ വാല്യൂഷൻ്റെ ഒരു തിയറി ചോദിച്ചു. കൂടി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഷോർട്ട് നോട്ട്, കുറച്ച് സാധനത്തിന്റെ ഷോർട്ട് നോട്ട് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ് ഡിസംബർ 2025 ചോദിച്ചത്. സോ ഓഫ് കോഴ്സ് നെക്സ്റ്റ് അറ്റംപ്റ്റിന് തിയറി ചോദിക്കുകയാണെങ്കിൽ തന്നെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ചോദിച്ചുകൊണ്ട് തന്നെ ഐ എക്സ്പെക്ട് എട്ടാമത്തെ ബി ക്വസ്റ്റ്യൻ മേ ബി സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെ ഒരു തിയറി ചോദിക്കാം. സേഫ് ഗാർഡ് ഡ്യൂട്ടി തിയറി ചോദിക്കാം. തിയറി വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനം പിന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കാണുന്നത് വാല്യൂഷൻ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. വാല്യൂഷൻ, നോർമൽ വാല്യൂഷൻ, അസസബിൾ വാല്യൂ AD കാണാനുള്ള BCD കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. നോർമൽ വാല്യൂഷൻ ക്വസ്റ്റ്യൻ 2-3 എടുത്താണ്ട് ചെയ്യുക. ഈ പ്രീവിയസ് ഇയറിൽ വന്ന വാല്യൂഷൻ ക്വസ്റ്റ്യൻ മൊത്തം ചെയ്യുക. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഇനഫ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഐ എക്സ്പെക്ട് 2 more ക്വസ്റ്റ്യൻ. 2 ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് MQPയിലൊക്കെ മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നോർമൽ അസസബിൾ വാല്യൂന്റെ കൂടെ തന്നെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വർക്ക്ഔട്ട് ചെയ്യണം, മസ്റ്റ് ആണ്. മേ ബി അത് റിപ്പീറ്റ് ചെയ്യാം. 4ാമത്തെ ഒന്നും കൂടി ഞാൻ ഈ 8ാമത്തെ ബി ക്വസ്റ്റ്യനിൽ നോക്കി കാണുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിവേഴ്സ് വർക്കിംഗ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, MQPയിലൊക്കെ ഉണ്ടത്. CIF തന്നിട്ടുണ്ടാവും, CIF തിരിച്ച് കസ്റ്റംസ് FOBയിലോട്ട് വന്ന് വീണ്ടും CIFലോട്ട് പോകുന്ന ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കഴിഞ്ഞ സൂപ്പർ 40ലൊക്കെ, അതായത് കഴിഞ്ഞ ജൂണിലുള്ള സൂപ്പർ 40 ക്വസ്റ്റ്യനിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം സൂപ്പർ 40 അത് പറയും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് വേണമെങ്കിൽ വരാം. ഓക്കെ, ഈ 3 ഞാൻ കൂടുതൽ ചാൻസ് കാണുന്നത്. അതിൽ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെയാണ്. ബട്ട് എന്നാലും മറ്റേ രണ്ടും MQPയിൽ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു അനാലിസിസ്. ഈ അനാലിസിസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം വ്യക്തമായിട്ടുണ്ടാവും. ഓക്കെ, ദീസ് ആർ ഐറ്റംസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പം ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്തത് അതിനാണ്. നിങ്ങൾക്ക് ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, എങ്ങനെയാണ് ഇനി ഇത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്തത്. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഓഫ് കോഴ്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതിന്റെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഫ്രം സാലറി, HP, ക്യാപിറ്റൽ ഗെയിൻ, PGP, IFRS എല്ലാം കിട്ടും. ഹെഡ്സ് ഓഫ് ഇൻകം എല്ലാം വേണം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ വിത്ത് സെറ്റ് ഓഫ് ആൻഡ് എന്താ പറയാ, ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേഷനും പഠിക്കണേ. GST തിയറിയിൽ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈ 2 വെക്കുന്നു. മറ്റ് തിയറീസും പഠിക്കുകയാണെങ്കിൽ നല്ലത്. മറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റണ്ടേ. RCM കോമ്പോസിഷനും ടൈം ഓഫ് സപ്ലിയും വാല്യൂ സപ്ലിയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും രജിസ്ട്രേഷനും എക്സംഷനും പ്ലേസ് ഓഫ് സപ്ലിയും ആൻഡ് വാല്യൂഷൻ ഉണ്ട് കസ്റ്റമർ. These are all most important topics for June 2026 for descriptive question. MCQ ഞാൻ പറയുന്നില്ല, MCQ സ്കാറ്റേർഡ് ആണ്, ഒന്നും ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. സോ MCQന് ഏറ്റവും നല്ലത് MCQ ബുക്ക്ലെറ്റ് ചെയ്തു പോവുക. അതായത് ICMA റിലീസ് ചെയ്തിട്ടുള്ള MCQ ബുക്ക്ലെറ്റ് വർക്ക്ഔട്ട് ചെയ്യുക. പ്ലസ് ഒരു കാര്യം കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ICMA റിസോഴ്സസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ICMAI ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് പറ്റുമെങ്കിൽ ചെയ്തു നോക്കാം. 2 ICMAI വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ്. പല ആൾക്കാർ എപ്പോഴും അത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. 3ാമത്തെ സാധനം ICMAI MCQ ബുക്ക്ലെറ്റ് മസ്റ്റ് ആണ്. ഇതിന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, 4ാമത്തെ സാധനം ICMAI MQPs എസ്പെഷ്യലി ജൂൺ 2026 MQPസും ഡിസംബർ 2025 കഴിഞ്ഞ 2 അറ്റംപ്റ്റിലെ MCQs എന്തായാലും ചെയ്യണം. ഈ അറ്റംപ്റ്റുകളിലും കഴിഞ്ഞ അറ്റംപ്റ്റുകളും പറ്റുമെങ്കിൽ എല്ലാം ചെയ്യാനാണ് നല്ലത്. 5ാമത്തത് ICMAI പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PYQ. ഇത്രയും ICMAI റിസോഴ്സസ് എന്തായാലും ചെയ്യണം. ഫസ്റ്റ് പ്രിഫറൻസ് ഓൾവേസ് ICMAI റിസോഴ്സസ്, ദെൻ CA ക്വസ്റ്റ്യനിലോട്ടൊക്കെ പോയാൽ മതി. ഓക്കെ, യെസ്, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അനാലിസിസ്. ഇനി ഏതാണ് അനാലിസിസ് വേണ്ടത്? ടാക്സ് ഇൻ അനാലിസിസ് കഴിഞ്ഞു. വിച്ച് പേപ്പർ യു നീഡ് കമന്റ്. ഏത് പേപ്പറാണ് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത പേപ്പർ വേണമെങ്കിൽ അനാലിസിസ് ചെയ്യാം. പോസ്റ്റോ FPO OPMO ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അനാലിസിസ് നടത്താം. ഇഫ് യു നീഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ആൻഡ് ഷെയർ ദിസ് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, അപ്പം ശരി, എക്സാം ഉഷാറാക്കുക, ഈ ഒരു ഇതിൽ പഠിക്കുക, അടിപൊളിയാക്കുക. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ. ഐ വിൽ ഷെയർ മൈ നമ്പർ. എന്റെ നമ്പർ വരുന്നതാണ് 8943081450. ദിസ് ഈസ് മൈ നമ്പർ. ഓക്കെ, ജസ്റ്റ് കോൺടാക്ട് മീ. അടിപൊളിയാക്കുക. ബൈ ബൈ ബൈ.